ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF സംസ്ഥാന കമ്മിറ്റിയുടെ പുതുയുഗ യാത്രയ്ക്ക് മട്ടന്നൂരിൽ സ്വീകരണം നൽകി. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. TV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥയെ തലശ്ശേരി റോഡിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ സ്വീകരിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്തെ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു. സാധാരണക്കാരനെ ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി അവന്റെ കണ്ണീരൊപ്പി അവന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനവും ഭരണവും. ആ തലത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഭരണത്തെയും നമുക്ക് കൈപിടിച്ചു കൊണ്ടുപോകണം. ഞാൻ ഇന്ന് രാവിലെ ഒരു 50ഓളം വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കേൾക്കുകയാണ്. ഞാൻ ഓർത്തു അതിൽ 75% വിഷയങ്ങളും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ്. പക്ഷെ മനസ്സില്ല. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും കേരളത്തിലെ UDF അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒരു തരത്തിലുള്ള വർഗീയതയും നമ്മൾ അനുവദിക്കില്ല. ഏത് തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ എതിർക്കും. സംശയമൊന്നും വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ മക്കൾ വരണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാണ്. കുറെ കഴിയുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. അവര് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാളുകൾ ഇവിടെ ഉണ്ടാകും. അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും നമ്മൾ സമ്മതിക്കില്ല. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ് പ്രധാനം. പക്ഷെ നമുക്കതിനേക്കാൾ പ്രധാനം വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നത് തന്നെയാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആ നിലപാടുമായി നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ അവസാനിപ്പിക്കുക. ഈ മഹായുദ്ധത്തിൽ 100-ലധികം സീറ്റുമായി നമ്മുടെ വെറും UDF അല്ല, ടീം UDF ഉജ്ജ്വലമായ തിളക്കത്തോടെ തിരിച്ചു വരും. മാറ്റമുണ്ടാകും. മാറ്റത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. വലിയ കോട്ടകൾ തകർന്നു വീഴും ഈ മുന്നേറ്റത്തിൽ, UDFന്റെ മുന്നേറ്റത്തിൽ. കാരണം ഇത് ജനങ്ങളുടെ ഹൃദയത്തിലുള്ളതിന്റെ പ്രതിഫലനമാണ് UDF ചെയ്യുന്നത്. നാടിനെ ഈ ദുർഭരണം അവസാനിപ്പിച്ച് നാടിനൊരു പുതുയുഗത്തിന്റെ നാന്ദി കുറിക്കാനുള്ള നമ്മുടെ ഈ തേരോട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പോരാളികളെ പോലെ, വീറുറ്റ പോരാളികളെ പോലെ. വിജയം ഒരു സ്ഥലത്തും നമ്മുടെ അകലെയല്ല. മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിന് തോറ്റ 2021 തോറ്റ ഈ മട്ടന്നൂരിൽ പോലും വിജയം നമ്മുടെ കയ്യെത്തും ദൂരത്താണ്. ഇനി ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കുന്നു. കയ്യെത്തും ദൂരത്ത് അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോ കയ്യെത്തും ദൂരത്താണ്. പോരാളികളെ പോലെ നിങ്ങൾ മുന്നിൽ നിന്നാൽ അതും കയ്യെത്തി പിടിക്കാമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെയും എന്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ ആ ചരിത്ര ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത ഹൃദയഹാരിയായ ഈ സ്വീകരണത്തിന് നിങ്ങളോട് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ അവസാനിപ്പിക്കുന്നു. VD സതീശന് വാളും പരിചയം നൽകി KSU രംഗത്തെത്തിയപ്പോൾ ജാഥ ടീമിനെ പൂമാല തീർത്താണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സ്വീകരിച്ചത്. അടൂർ പ്രകാശ് MP, ഷാഫി പറമ്പിൽ MP, രമ്യ ഹരിദാസ്, CP ജോൺ, ഷാനിമോൾ ഉസ്മാൻ, മാർട്ടിൻ ജോർജ്, ചന്ദ്രൻ തില്ലങ്കേരി, അൻസാരി തില്ലങ്കേരി, രാജീവൻ എളയാവൂർ, EP ഷംസുദ്ദീൻ, ഫർസിൻ മജീദ്, സുരേഷ് മാവില എന്നിവർ സംസാരിച്ചു. സത്യം പറഞ്ഞ ടോപ്പ് എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ എലഗന്റ് അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ അങ്ങ് ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.